everyone, welcome back. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ മനസ്സ് അതിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിന്തകൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് കിട്ടും എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. സോ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളിലേക്ക് ആ ലക്ഷ്യം എത്തിച്ചേരും എന്നതല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഏതൊരു മനുഷ്യനും നിങ്ങളൊരു ലക്ഷ്യമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നീറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ലക്ഷ്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിച്ചു. എന്നാൽ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ഫിസിക്കലി അതിനു വേണ്ടി വർക്ക് ചെയ്യാനുള്ളത്. അതായത് ഓരോ കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുന്നത് ഓരോ രീതിയിലുള്ള വർക്കായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ടൈം അതിനുവേണ്ടി പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഒരു എക്സാം എത്രമാത്രം മണിക്കൂർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. അത് 100% നിങ്ങൾ അത് ചെയ്ത് പോകുക തന്നെ ചെയ്യണം. അതിൻ്റെ കൂടെ അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ മാക്സിമം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിൻ്റെ 50% മുന്നോട്ട് ചെയ്തിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള 50% വർക്ക് മാത്രമേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 50% വർക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാധാന്യം പറയുന്നത്. അതായത് നിങ്ങൾ വെറുതെ വർക്ക് ചെയ്ത് പോയാലും നിങ്ങൾ മെൻ്റലി ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും പറയും നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം കൂടി വേണം, ഭാഗ്യം ഇല്ലെങ്കിൽ ഒരിക്കലും എത്താൻ പോകണ്ടെന്ന്. ആ ഭാഗ്യമുള്ളവരായി മാറുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാർഡ് വർക്കിൻ്റെ ഒപ്പം ഭാഗ്യം കൂടി ഉള്ളവരായി മാറാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനെ പറ്റി ദിവസം ഒരു 10-20 മിനിറ്റ് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഒരു ദിവസം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം മാറ്റി വെക്കണം. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുള്ളൊരു ഉടനെ ഒരു 10 മിനിറ്റും ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഉള്ളൊരു 10 മിനിറ്റും. ഈ 10 മിനിറ്റ് വെച്ച് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോയി ആ ലക്ഷ്യത്തിൽ എത്തണം. പോയി ഒരു ദിവസമോ 2 ദിവസമോ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. ഡെയിലി നിങ്ങൾ ഇപ്പോൾ എത്ര നിങ്ങളൊരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിൽ എത്ര പോയിന്റ് വരെ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യൂലേ, ആ വർക്ക് ചെയ്യണ എല്ലാ ദിവസവും ആ വർക്ക് ചെയ്യാത്തതുപോലെ തന്നെ നിങ്ങൾ മെന്റലി ഇമോഷണലി ഇതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണം. അതായത് രാവിലെ എഴുന്നേറ്റുള്ള ഒരു 10 മിനിറ്റ് നിങ്ങൾ അതിനെപ്പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിന്തിക്കുക, നിങ്ങൾ അതിലേക്ക് എത്തി എന്ന് പറഞ്ഞ് താങ്ക് യു പറയാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഇതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വളരെ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തോടെ നിങ്ങൾ താങ്ക് യു പറയണം. എല്ലാവരും പറയും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കണം ദൈവത്തിനോട് എന്നൊക്കെ പറയും. ദൈവത്തിനെ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ വർക്ക് ചെയ്താലും നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ല നിങ്ങളത് ആലോചിക്കുന്നത്, നിങ്ങൾ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അത് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ രാവിലെ ഒരു 10 മിനിറ്റും വൈകുന്നേരം ഒരു 10 മിനിറ്റ് ആ ഒരു ആഗ്രഹത്തിനെ പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിന്തിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കോളും. നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിക്കോളും. നിങ്ങളിപ്പം ഇനിയിപ്പം മറ്റെന്തൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ് ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു കാർ വാങ്ങണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചു, നിങ്ങൾക്കറിയാം ആ കാറിന് വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയും വേണം. അതിനൊപ്പം തന്നെ നിങ്ങൾ ആ കാർ നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇമോഷനാണോ ഉണ്ടാവുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് അതിന് വേണ്ടിയുള്ള വർക്ക് ഫിസിക്കലി നമ്മൾ വർക്കും ചെയ്യണം, ഇമോഷണലി അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിലേക്ക് എത്തും. ഇതുപോലെ തന്നെയാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം. അതായത് നിങ്ങൾ ഒരു 10-12 മണിക്കൂർ പഠിക്കുകയും വേണം, അതിനൊപ്പം തന്നെ ഒരു 10 മിനിറ്റ് രാവിലെയും 10 മിനിറ്റ് വൈകുന്നേരവും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണം. ഈ ഒരു 2 കാര്യം കൂടെ ആകുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്കിൻ്റെ കൂടെ നിങ്ങളൊരു ഭാഗ്യമുള്ള ഒരു വ്യക്തിയുമായി കൺവേർട്ട് ചെയ്യപ്പെടും. അത് ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് എനി എക്സാം. നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയും. ഇത് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോഴേ പിന്നെ കുറേ ആൾക്കാരുണ്ടാവും ചുമ്മാ വെറുതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ഒരു വർക്കും ചെയ്യില്ല, അവർക്ക് ഒരിക്കലും ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ വർക്കിൻ്റെ കൂടെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കൂടെ ആഗ്രഹത്തിനെ പറ്റി ചിന്തിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ വർക്കും കൂടെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക്
ഒരു ഹാർഡ് വർക്ക് മാത്രം ചെയ്ത് ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തി എത്തുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ഹാർഡ് വർക്കും ഈ ഒരു കാര്യം കൊണ്ട് ചിന്തിച്ച് ഒരുമിച്ച് പോകുന്നൊരു വ്യക്തി കൂടുതൽ എളുപ്പത്തിൽ എത്താനൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ഇത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ രാവിലെ 10 മിനിറ്റ് വൈകുന്നേരം 10 മിനിറ്റ് ഇതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹാർഡ് വർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം അത്ര ബുദ്ധിമുട്ടില്ല, അത് ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു എഫേർട്ട്ലെസ്ലി നിങ്ങൾ ചെയ്യുന്ന പോലെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഹാർഡ് വർക്ക് അല്ലാതെ ഭയങ്കര സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഭയങ്കര ആവേശത്തോടെ നിങ്ങൾ എത്തുകയും ചെയ്യും. അല്ലാതെ വെറുതെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.